കരാറുകാരുടെ പ്രതിഷേധം തുടർന്നാൽ മുൻഗണനാ കാർഡുകൾക്ക് നൽകാനുള്ള റേഷൻ വിഹിതം 3 ദിവസത്തിനകം തീരുമെന്ന് വ്യാപാരികൾ. ഭൂരിഭാഗം കടകളിലും 2 മാസത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടെന്നായിരുന്നു ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത്. എന്നാൽ മുൻഗണനേതര വിഭാഗത്തിലെ അരി മുൻഗണനാ കാർഡുകാർക്ക് നൽകാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് വ്യാപാരികൾ പറയുന്നു. കുടിശ്ശിക വർദ്ധിച്ചതോടെ വാതിൽപ്പടി സേവനത്തിൽ നിന്ന് കരാറുകാർ പിന്നോട്ട് പോയി. ഇതോടെയാണ് റേഷൻ കടകളിൽ സാധനങ്ങൾ തീർന്നു തുടങ്ങിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി തന്നെ നിയമസഭയിൽ അറിയിച്ചു. 60-70% കടകളിലും 2 മാസത്തെ സ്റ്റോക്കുണ്ട്. 1-2 ഒരാഴ്ചയോ ഏതെങ്കിലും ഒരു വിഭാഗം സമരം ചെയ്താൽ ബാധിക്കുന്ന തരത്തിലല്ല. അത് ബാധിക്കാത്ത തരത്തിലുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടെ ഈ സഭ അറിയണം. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഞങ്ങളെ അലട്ടുന്നുണ്ടെന്നുള്ളൊരു വസ്തുത. എന്നാൽ മഞ്ഞ പിങ്ക് കാർഡുകൾക്കുള്ള റേഷൻ തീർന്നു തുടങ്ങിയെന്ന് വ്യാപാരികൾ. മഞ്ഞ പിങ്ക് കാർഡാണ് അവർക്ക് കൊടുക്കാൻ അരി പല കടകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസം കഴിഞ്ഞാൽ അത് തീരും. അത് തീരുമ്പോൾ ഈ പഞ്ഞ മാസങ്ങളിൽ ഏറ്റവും ദരിദ്രർ ബുദ്ധിമുട്ടും. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സർക്കാർ ചെയ്യേണ്ടത് നിലവിൽ റേഷൻ കടയിൽ മന്ത്രി പറഞ്ഞ സ്റ്റോക്കുള്ള അരി ഇ-പോസ് മിഷനിൽ അതിന് ക്രമീകരണം വേണം. ഒന്നുകിൽ മൈനസ് ബില്ലിംഗ് ആക്കി ഇത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. റേഷൻ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ കരാറുകാരുടെ കുടിശ്ശിക അനുവദിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.